പണ്ഡിതന്മാർക്ക് ഒരു ചർച്ചയുണ്ട്. ഏറ്റവും ശ്രേഷ്ഠമായ സമയം ഏതാണ്? ആ ഒരു ചർച്ചയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന മറുപടി മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച സമയമാണ് എന്നാണ്. വർഷം തോറും ആ ഒരു സമയം ആവർത്തിച്ചു വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ വർഷം റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച സുബ്ഹിയുടെ സമയം അതുപോലെ തന്നെ നമ്മളിലേക്ക് ആഗതമാകുമ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ പള്ളിയിൽ വിശാലമായി ഗ്രാൻഡ് മൗലിദ് സദസ്സ് ആ സമയത്ത് നടക്കുകയാണ്. 3:30 ആകുമ്പോഴേക്കും നിങ്ങളൊക്കെ എത്തണം ഇൻഷാ അല്ലാഹ്. കറക്റ്റ് ഷാർപ്പ് 3:45 നമുക്ക് ആ പരിപാടി മൗലിദിന്റെ സദസ്സ് ആരംഭിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല രൂപത്തിൽ നടത്താൻ നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. ദുആഇന് ഇജാബത്തുള്ള നല്ല സമയമാണ്. നല്ല വസ്ത്രം ധരിച്ച്, പരമാവധി ആളുകളൊക്കെ വെള്ള വസ്ത്രം തന്നെ ധരിച്ച്, നേരത്തെ തന്നെ എഴുന്നേറ്റ് കുളിച്ച് വൃത്തിയായി നല്ല വെള്ള വസ്ത്രം ധരിച്ച് തലമറച്ച് അത്തറൊക്കെ പൂശി വളരെ ആവേശത്തോടെ ഇന്നത്തെ മജ്ലിസിലൂടെ എന്റെ ദുആഇന് ഇജാബത്ത് കിട്ടും, മുത്തനബിയോടുള്ള മഹബ്ബത്ത് എനിക്ക് മജ്ലിസിലൂടെ നേടിയെടുക്കാൻ കഴിയണം എന്നൊക്കെ പ്രതിജ്ഞ എടുത്ത് വീട്ടിൽ നിന്ന് വന്നാൽ ഇൻഷാ അല്ലാഹ് നേടിയെടുക്കാൻ കഴിയും. അല്ലാഹു തആല നമുക്ക് അതിന് തൗഫീഖ് നൽകട്ടെ. വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ കൂട്ടിച്ചേർക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്, പറ്റാത്ത കാര്യങ്ങളുണ്ട്. ചില കാര്യങ്ങൾ നമുക്ക് ഇഷ്ടം പോലെ ചെയ്യാൻ പറ്റും. ഇഷ്ടം പോലെ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ അവിടെയും മതം അനുവദിക്കാത്ത രൂപത്തിലുള്ള കാര്യങ്ങൾ ചെയ്യരുത്. അതേസമയം കൂട്ടിച്ചേർക്കാൻ പറ്റാത്തതും മാറ്റങ്ങൾക്ക് വിധേയമാകാത്ത കാര്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, ളുഹ്ർ 4 റക്അത്താണ്, അതിന് നമുക്ക് 5 റക്അത്താക്കാൻ പറ്റില്ല. മഗ്രിബ് 3 ആണ്, നമ്മളെ വക 2 ആക്കി ചുരുക്കാൻ പറ്റുമോ? അതൊന്നും പറ്റൂല. അതായത് മാറ്റങ്ങൾക്ക് വിധേയമല്ലാതെ തീർത്തും എങ്ങനെയാണ് മുത്തനബി കാണിച്ചു തന്നത് അതേപോലെ നിർവഹിക്കേണ്ട കാര്യങ്ങളുണ്ട്. അത് അതേ സമയത്ത് അത്ര റക്അത്ത് അതേ നിയമങ്ങളൊക്കെ പാലിച്ച് അതുപോലെ തന്നെ ചെയ്തോളണം. അതേസമയം വേറെ ചില കാര്യങ്ങളുണ്ട്, അത് നമ്മുടെ മൊത്തത്തിൽ പറഞ്ഞു ദിക്ർ ചൊല്ലിക്കോളി, വദ്കുറുല്ലാഹ കസീറ, ദിക്റൻ കസീറ, നിങ്ങൾ അല്ലാഹുവിനെ ദിക്ർ ചൊല്ലിക്കോളി. എപ്പോഴും ചൊല്ലാം, വെള്ളിയാഴ്ചയും ചൊല്ലാം, വ്യാഴാഴ്ചയും ചൊല്ലാം, മാസത്തിൽ ഒരിക്കലും ചൊല്ലാം, ആളുകളെ കൂട്ടിച്ചൊല്ല, അല്ലാതെ ചൊല്ല, പ്രത്യേക ഡിമാൻഡും കാര്യങ്ങളൊന്നുമില്ല. മുത്തനബിനെ മഹബ്ബത്ത് വെച്ചോളി, റസൂലുള്ളാഹിനെ കൊണ്ട് സന്തോഷിച്ചോളി. സന്തോഷം ഇസ്ലാമിന് അനുവദിച്ച ഏത് സന്തോഷ രൂപം സ്വീകരിക്കാം. ചില ആൾക്കാർ നിബിധങ്ങൾ അങ്ങനെ കാണിച്ചു തന്നിട്ടില്ലല്ലോ. ഒരു വിശ്വാസം സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്യുന്ന എല്ലാ വിഷയങ്ങളും മതത്തിന്റെ ഉള്ളിൽ നിന്നായിരിക്കണം. ഒരു വിശ്വാസം സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്യുന്ന മുഴുവൻ വിഷയങ്ങളും, അവന്റെ ചലന നിശ്ചലനങ്ങൾ ഇബാദത്താണ്. ആ നിലക്ക് നോക്കുമ്പോൾ അനുവദനീയമായ കാര്യമാണെങ്കിലും സുന്നത്തായ കാര്യമാണെങ്കിലും ഫർളായ കാര്യമാണെങ്കിലും എല്ലാം പ്രിയപ്പെട്ടവരെ മതത്തിന്റെ ഉള്ളിൽ നിന്ന് ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് മതം പറഞ്ഞ കാര്യങ്ങളുണ്ട്. അതാ ഞാൻ നേരത്തെ പറഞ്ഞ ളുഹ്റിന്റെ റക്അത്തിന് കൂട്ടാനൊന്നും പറ്റൂല. അതേസമയം ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്തോളൂ എന്ന് മുത്തലക്ക നിനക്ക് പറഞ്ഞിട്ടുണ്ട്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന ഏറ്റവും വലിയ റഹ്മത്തിനെ കുറിച്ച് അല്ലാഹു തആല പറയുന്നു, ഫബിദാലിക ഫല്യഫറഹൂ ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. ഏറ്റവും വലിയ കാരുണ്യമായ മുത്തനബിയെ കൊണ്ട് നിങ്ങൾ സന്തോഷിച്ചോളൂ. എപ്പോഴും സന്തോഷിക്കാം, പ്രത്യേകം സന്തോഷിക്കാൻ പരിപാടികളും പ്രോഗ്രാമുകളും ഉണ്ടാക്കുക, അതൊന്നും ബിദ്അത്തല്ല. ബിദ്അത്തല്ല എന്ന് പറഞ്ഞാൽ ബിദ്അത്ത് 2 വിധമുണ്ട്. കുല്ലു ബിദ്അത്തുൻ വലാല എന്ന ഹദീസ് ഉദ്ധരിച്ചിട്ട് ചില ആളുകൾ പറയുന്നു ഇതൊക്കെ ശിർക്കാണ്, ഇതൊന്നും പാടില്ലാത്തതാണ്. കുല്ലു ബിദ്അത്തുൻ വലാല എന്നിടത്ത് മുഹദ്ദിസീങ്ങൾ സങ്കല്പിച്ചു കൊടുത്തു എല്ലാ ബിദ്അത്തും വലാലത്താണെങ്കിൽ പണ്ട് പള്ളിക്ക് മിനാരുണ്ടായിരുന്നോ? പണ്ട് പള്ളിക്ക് AC ഉണ്ടായിരുന്നോ? പണ്ട് പള്ളിയിൽ കാർപ്പറ്റ് ഉണ്ടായിരുന്നോ? ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിന്റെ A to Z വരെയൊക്കെ ഇബാദത്തും ആരാധനയാകുമ്പോ അതാണ് ഇതാണ്, അത് പറ്റൂ ഇത് പറ്റൂല എന്ന് എങ്ങനെ പറയും? അതിനർത്ഥം കുല്ലു ബിദ്അത്തിൻ സയ്യിഅത്തിൻ വലാല. വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ അനുവാദമില്ലാത്ത മോശപ്പെട്ട ബിദ്അത്തൊക്കെ വലാലത്താണ്. ആ വലാലത്തൊക്കെ നരകത്തിലേക്കെന്നാണ് ഹദീസിന്റെ അർത്ഥം. അതേസമയം ബിദ്അത്തുൻ ഹസനയുണ്ട്, നല്ല ബിദ്അത്തുകളുണ്ട്. അതാണ് പ്രിയപ്പെട്ടവരെ വിശുദ്ധമായ നമ്മുടെ പള്ളി. എത്ര സുന്ദരമാണ്, എത്ര സുന്ദരമാണ്. നമ്മൾ എന്തൊക്കെ നല്ല നല്ല കാര്യങ്ങൾ ഇന്നലകളില്ലാത്ത, റസൂലുള്ളാഹിന്റെ കാലത്തില്ലാത്ത, സ്വഹാബത്തിന്റെ കാലത്തില്ലാത്ത, താബിഈങ്ങളുടെ കാലത്തില്ലാത്ത പല വിധത്തിലുള്ള ബിദ്അത്തും നമ്മൾ ഇന്ന് കൊണ്ടു നടക്കുന്നില്ലേ? ആ ബിദ്അത്തൊക്കെ ശിർക്കാണോ? അതൊക്കെ ഇസ്ലാമിൽ പാടില്ലാത്തതാണോ? അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ ബസ്സിൽ യാത്ര ചെയ്യാൻ പറ്റുമോ? ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ പറ്റുമോ? അതെ, അതുകൊണ്ട് നല്ല ബിദ്അത്തൊക്കെ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ്. അതേസമയം മോശപ്പെട്ട തെറ്റായ ബിദ്അത്തുകളാണ്
ഇസ്ലാമിന്റെ പിന്തുണയില്ലാത്ത വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾക്ക് നിരക്കാത്ത ബിദ്അത്തുകളാണ് തള്ളപ്പെടേണ്ടത്. ഇവിടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഖുർആൻ പറയുന്നു, ഹദീസുകൾ പറയുന്നു, ഇസ്ലാമിക പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത് മുത്തുനബിയെ കൊണ്ട് നിങ്ങൾ സന്തോഷിച്ചോളൂ, മുത്തുനബിയെ കൊണ്ട് നിങ്ങൾ സന്തോഷിച്ചോളൂ. സന്തോഷത്തിന്റെ പ്രകടനം, ആഹ്ലാദ പ്രകടനം, സന്തോഷ പ്രകടനം പാട്ടുപാടിയിട്ടാണ്, പ്രസംഗിച്ചിട്ടാണ്, റാലി നടത്തിയിട്ടാണ്, തോരണങ്ങൾ തൂക്കിയിട്ടാണ്. ഇതൊക്കെ മതത്തിന്റെ ഉള്ളിലുള്ള കാര്യമാണ്, ഇതൊക്കെ അനുവദിക്കപ്പെട്ട കാര്യമാണ്. ദിക്റ് ചൊല്ലിക്കോളൂ എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ദിക്റ് ചൊല്ലിക്കൂടെ? എത്ര എണ്ണവും ചൊല്ലിക്കൂടെ? കൂട്ടമായി ചൊല്ലിക്കൂടെ? ഇന്ന മാസത്തിൽ ദിക്റ് ചൊല്ലാൻ പറ്റൂല എന്നുണ്ടോ? ഇന്ന ദിവസം ദിക്റ് ചൊല്ലാൻ പറ്റൂല എന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ലല്ലോ. അപ്പോ അനുവദിക്കപ്പെട്ട കാര്യങ്ങൾ നമുക്ക് എങ്ങനെയും ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ അനുവദിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. നിസ്കാരത്തിനുള്ളിൽ കാര്യമുണ്ട്. സൂറത്ത് ഏത് ഓതാ, ഫാത്തിഹ ഏതാനും ഓതൽ മസ്റ്റാ. ഫാത്തിഹ ഓതാതെ നിസ്കാരം ശരിയാവില്ല. സൂറത്തോ ഇമാമിന് ഇഷ്ടമുള്ള സൂറത്ത് ഓതിക്കൂടെ? പിന്നെ പ്രത്യേകം ദിവസങ്ങളിൽ പ്രത്യേകം സൂറത്തൊക്കെ ഓതല് പ്രത്യേക സുന്നത്തുണ്ടെങ്കിലും ഒരു ഇമാമിന് ഇന്നാത്തൊരാൾക്ക് ജുമാക്ക് ഓതാൻ തോന്നി, ഓതിനെന്തോ കുഴപ്പം? പ്രശ്നം ഉണ്ടാക്കാൻ പറ്റൂല. ഏതൊരു സൂറത്ത് ഓതിയാൽ മതി, നമുക്ക് വിട്ടു തന്നതാണ്. അപ്പൊ അത് വിദഅത്താണോ എന്നൊന്നും പറഞ്ഞു വരണ്ട, മതം അനുവദിച്ചതാ. അങ്ങനെ മതത്തിനുള്ളിൽ നമുക്ക് വിശാലമായി എങ്ങനെയും ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ അനുവദിച്ചു തന്ന കാര്യങ്ങളുണ്ട്. അതൊക്കെ നല്ലതും പുണ്യവും നല്ല കാര്യങ്ങളുമാണ്, അതിലൊക്കെ പ്രതിഫലമുണ്ട്. അപ്പൊ ബിദ്അത്ത് എന്താണ്, ബിദ്അത്ത് എന്താണ്, സുന്നത്ത് എന്താണെന്ന് അറിയാത്ത ചില ആളുകൾ ഇന്നും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹു അവർക്ക് നല്ല ബുദ്ധി കൊടുക്കട്ടെ, പഠിക്കാൻ അള്ളാഹു അവർക്ക് തൗഫീഖ് നൽകട്ടെ, അവരുടെ ഷർറിൽ നിന്ന് ഈ ഉമ്മത്തിനെ അള്ളാഹു തആല കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് ലോകാടിസ്ഥാനത്തിൽ എവിടെ മുസ്ലിമീങ്ങളുണ്ടോ, അത് ബ്രിട്ടനിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും ചെച്ചനയിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും എവിടെയാണെങ്കിലും അവിടെ ഒക്കെ വളരെ ഗംഭീരമായി മൗലിദാകാശവും നബിദിന പ്രോഗ്രാമുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് ലോക മുസ്ലിമീങ്ങൾ ആചാരമായി നിലനിൽക്കുമ്പോൾ ഇതിനെതിരെ സംസാരിക്കുന്ന ന്യൂനപക്ഷത്തെ നമ്മൾ മുഖവിലക്കെടുക്കേണ്ടതില്ല എന്ന് സാന്ദർഭികമായി ഉറപ്പെടുത്തി. അപ്പൊ നബിദിന റസൂലുള്ളാഹിന്റെ കാലത്ത് ഉണ്ട് കേട്ടോ, പക്ഷെ രൂപങ്ങളും ഭാവങ്ങളൊക്കെ മാറി എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. ഇതിപ്പോ തുടങ്ങിയതാണെന്ന് ചോദിക്കണ്ട. ഹിജ്റ 300 ശേഷം വന്നതാന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? പണ്ട് തീരെ ഇല്ല എന്നല്ല, പണ്ടുണ്ട്. റസൂലുള്ളാഹിന്റെ കാലത്തിന്റെ സ്വഹാബത്തിന്റെ കാലത്തൊക്കെ തന്നെ നബിദിനവും അതേപോലെ മൗലിദൊക്കെ ഉണ്ട്, പക്ഷെ രൂപം ഭാവങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. അതാണ് അതിനാണ് ഞാൻ ഇപ്പൊ തെളിവ് പറഞ്ഞത്. പ്രശ്നമില്ല, അതൊക്കെ നല്ലതാണ്. ബിദ്അത്ത് ഹസനുണ്ട്, ബിദ്അത്ത് സയ്യിഅത്ത് ഉണ്ട് എന്ന് ഞാൻ ഉറപ്പെടുത്തിയത്. ഇൻഷാ അല്ലാഹ് കാര്യങ്ങളൊക്കെ അപ്പുറം ഇപ്പുറമൊക്കെ കൃത്യമായി മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും അള്ളാഹു നമുക്കൊക്കെ നല്ല ബുദ്ധി നൽകട്ടെ.